ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചക്കിക്കൊത്ത ശങ്കരൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണത് തൃശ്ശൂർ ജില്ലയിൽ അതിരപ്പള്ളിക്ക് അടുത്ത് ഏഴാറ്റൂർ എന്ന് പറഞ്ഞ പ്രകൃതി ഗ്രാമമുണ്ട്. അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളാണ് വ്ലോഗായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി അവിടേക്ക് പോകാം. അവിടുന്ന് നമ്മളിവിടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ സമയം 3:30 യാത്ര തുടങ്ങാൻ. ഒരുപാട് പേര് സംഭവം ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകുന്ന കാര്യങ്ങളും കൂടുതലും ലവേഴ്സും കപ്പിൾസൊക്കെ ഒരുപാട് വന്ന സ്ഥലമാണ്. വാലന്റൈൻസ് ഡേ ഒക്കെ നിറച്ചും. പക്ഷെ പഴയ ഒരു സ്ഥലമാണ് കുറച്ചുകൂടി കാണാനൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം പോയി. ഇപ്പൊ എങ്ങനെ അറിയില്ല. ഞങ്ങളും കുറെ നാളെ അങ്ങോട്ട് പോയിട്ട് എൻട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പൊ നമ്മള് യാത്ര ഏകദേശം തുടങ്ങിയിട്ടാ. നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളോട് വന്നിട്ടോ സ്കൂളൊന്ന് കാണിച്ചു കൊടുത്തത്. നമ്മള് സ്കൂളിൽ വന്നിട്ട് അമ്മ 3:30 ആ ടൈമാണ്. ഇതാണ് കേട്ടോ ഇടക്കുന്ന ഓയിൽ പീച്ച് സ്കൂള്. പുള്ളിയൊക്കെ 7ാം ക്ലാസ് വരെ 1ാം ക്ലാസ്സോടെ 7ാം ക്ലാസ് വരെ പഠിച്ച കൂടിയാണ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം 300 പള്ളി കഴിഞ്ഞു. വേലത്തുമുട്ടിക്ക് പോണ ആ ഒരു റോഡിലേക്ക് കയറി. ഫുൾ ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയ പോലത്തെ സ്ഥലങ്ങൾ. അധികം വണ്ടികളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഈ ഏരിയയിലേക്ക് അധികം അങ്ങനെ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ടുകളൊക്കെ ഏകദേശം കേൾക്കാൻ പറ്റും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് പറയണമൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏഴാറ്റുമുഖം ഫോറസ്റ്റ് ഏരിയയുടെ അവിടേക്ക് നമ്മൾ കിടന്നു. കൂടുതലും സൈഡിൽ റബ്ബർ അങ്ങനെയുള്ള സാധനങ്ങളാണ്. സൈഡുകളിലൊക്കെ കുറച്ച് 1-2 വീടുകളൊക്കെ ഉണ്ട്. അധികം വണ്ടികളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും പോണ വണ്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതലും തടിയൊക്കെ കയറ്റണ വണ്ടികൾ. ഇപ്പോൾ അവിടെ അറ്റത്തായിട്ട് നമ്മളൊരു കാണുന്നുണ്ട് തടി കയറ്റി നിസാൻ ഒരെണ്ണം കിടക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ അധികം വണ്ടികളൊന്നും ഈ ഏരിയയിൽ അങ്ങനെ വരാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പോണ വണ്ടികൾ അങ്ങനെ ഉണ്ടെങ്കിലേ വരുള്ളൂ. പകലൊന്നും പോകാൻ പറ്റില്ല, നല്ല വെയിലാണ്. അതാണ് ഈ ടൈം നോക്കി ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഏകദേശം വെയിലൊക്കെ ആറി ഇതായിട്ടുണ്ടാവും. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് പകലൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഇനി കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്താറായിട്ടോ. ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിർത്തി നമ്മൾ നമ്പർ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നമ്പർ നോട്ട് ചെയ്യും. തിരിച്ചു വരുമ്പോൾ നമ്മൾ നമ്പർ പറയണം. ചെക്ക് പോസ്റ്റ് കിടന്നു. അവിടെ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കും. തിരിച്ചു വരുമ്പോഴും നമ്മൾ പറയണം. അതാണ് അങ്ങോട്ട് കയറിയിട്ട് അതിന് ഏഴാറ്റുമ്പോൾ നമ്മൾ കയറി 2 സൈഡുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ എണ്ണപ്പനകളാണ്. പ്ലാന്റേഷൻ ഏരിയ ആണ് കേട്ടോ. ഇത് ഫുൾ ഇനി അങ്ങോട്ട് പോകുന്നതോറും ഇത് തന്നെയാണ് കേട്ടോ. നമുക്ക് വ്യൂ എന്ന് പറഞ്ഞത് അങ്ങോട്ട് പാറയൊക്കെ ഉണ്ട് മുകളിലേക്ക്. അങ്ങോട്ടുള്ള ഏറ്റവും നമ്മൾ കിടന്ന് ചെക്ക് പോസ്റ്റ്. ഈ വഴിക്ക് തന്നെ നമുക്ക് അതിരപ്പള്ളിക്കും പോവാട്ടോ. ഈ ഒരു ഏരിയ ഉള്ള ആൾക്കാരും പിന്നെ ഏഴാറ്റുമുഖത്തേക്ക് ഈ വഴി വരുന്ന ആൾക്കാരൊക്കെ അതിരപ്പള്ളി, വാഴച്ചാൽ, തുമ്പൂർമൊഴിയൊക്കെ ഈ റൂട്ട് തന്നെയായിട്ട് പോവാം. മലക്കപ്പാറ, വാൽപ്പാറ, ചാലക്കുടിക്കും ഇതിവിടെ നിന്ന് തന്നെ കിടക്കാം. ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ഇതാണ് എളുപ്പം അങ്ങോട്ട് കിടക്കാൻ. അല്ലാതെ ഇപ്പം നമ്മൾ ശരിക്കും അതിരപ്പള്ളി റൂട്ട് എന്ന് പറഞ്ഞാൽ ചാലക്കുടി എന്നുള്ള റൂട്ട്. അപ്പം അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മലകളും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കണേ. നമ്മൾ പകലേന്ന് കാണുന്ന ക്വാർട്ടേഴ്സുകൾ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നുണ്ടോ? അവിടെ 1-2 ഉണ്ട്. അവിടുത്തെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സാണത്. എണ്ണപ്പനയുടെ ആ സൈഡിൽ കാണുന്നത്. ഈ ഭാഗത്തും ആ ഭാഗത്തൊക്കെ ആയിട്ട് കാണുന്നത്. എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്തി ഏകദേശം. ലെഫ്റ്റ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. നേരെ പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളി, വാൽപ്പാറ, തുമ്പൂർമുഴ അങ്ങോട്ടൊക്കെ നേരെ കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ്. ഇതാണ് നമ്മൾ മെയിൻ എൻട്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിൻ എൻട്രിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ഏറ്റവും കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ അവിടെ നിൽക്കണം.
അപ്പോൾ നമ്മൾ കയറിയിട്ട് ഇങ്ങോട്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി കാണും. ഇതാണൊരു കയറി വന്നു കഴിയുമ്പോൾ വണ്ടികളൊക്കെ ഉണ്ട്. ഒരു കുരങ്ങൻ വന്ന് മറ്റേ വേസ്റ്റ് ഡബ്ബ മറിച്ചിട്ടു കേട്ടോ. ആളതിൽ നിന്നുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാണ്. ഒരു ഗ്ലാസ് കിട്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. മറിച്ചിട്ട് പുള്ളി അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആളങ്ങോട്ട് പോയി. ഏറ്റത്ത് എത്തി. ഇപ്പം നമ്മുടെ കുരങ്ങന്മാരുടെ സർക്കസൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ പാർക്കിൻ്റെ അവിടേക്ക് ഇറങ്ങാം കേട്ടോ. രണ്ട് സൈഡിലും ചെറിയ ഗാർഡനും ഒക്കെ വെച്ച പാർക്കാണ്. അപ്പോൾ പിള്ളേരെ കൊണ്ട് വരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇവിടെ സെറ്റാക്കാം. കാരണം ഊഞ്ഞാലുണ്ട്, ഊർന്നിറങ്ങാനുള്ള സംഭവമുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് പുഴയുടെ സൈഡിലേക്കുള്ള വ്യൂ ആണ്. സൈഡിലിരുന്ന് കഴിഞ്ഞാൽ പുഴ കാണാനും ആസ്വദിക്കാനും പറ്റും. സൈഡിൽ നിന്നുള്ള പുഴയുടെ വ്യൂ മൊത്തം കിട്ടും. പിന്നെ ഇവിടെ തന്നെ റിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ നടന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഏർമാടം കാണാം. പക്ഷേ ഏർമാടം നമുക്ക് കയറാൻ പറ്റില്ല, ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഏർമാടത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നേ. ബാക്കി ഊർന്നിറങ്ങാനുള്ള സംഭവമുണ്ട്. പിള്ളേർക്കാണെങ്കിൽ അത്യാവശ്യം കസേരയുടെ സംഭവങ്ങൾ, അത്യാവശ്യം ഊഞ്ഞാലെല്ലാം ഉണ്ട്. വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാം കേട്ടോ. ഈ സംഭവം എന്താ, ഇവിടെ ആഞ്ഞിലിച്ചക്ക ശരിക്കും വിളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ആഞ്ഞിലിച്ചക്ക എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ പല പേരാണ് അതിന്. ആനിക്കവിള, തൊടുപുഴ ഭാഗത്തൊക്കെ ആനിക്കവിള എന്ന് പറയും, ആഞ്ഞിലിച്ചക്ക എന്ന് പറയും. ആ സാധനം എന്തേ ഞങ്ങൾ നിൽക്കുന്ന സ്റ്റെയറിനോട് അടുത്ത് വിളഞ്ഞ് കാണാൻ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉള്ളവരുണ്ട്. അവർക്ക് സുഖം ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടാനായിട്ട്. നമ്മൾ ഈ വഴിക്ക് താഴത്തേക്ക് ഇറങ്ങാണ്. പിന്നെ അടുത്തത് നമ്മളിത് പാറക്കെട്ടിൽ ഇറക്കി ഇറങ്ങാണ്. രണ്ട് സൈഡിലും വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഏരിയ കുഴപ്പമില്ല. ആൾക്കാർ കുറവാണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണോ വളരെ കുറവാണ് ആൾക്കാർ. കപ്പിൾസൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഇവിടെ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ. ഇപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണിക്കാം. അപ്പോൾ ഏറ്റവും പുഴയുടെ സെൻറ്ററിൽ ഇപ്പോൾ നമ്മൾ നിൽക്കണേ പാറയുടെ മേളിൽ. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് പോകണം, നോക്കാം, പോയി നോക്കാം എന്തോരത്തോളം പോകാൻ പറ്റുമെന്ന്. ബാക്കി നമുക്ക് കാണാം. പാറയുടെ സൈഡ് പാറയാണ്, പുഴയാണെന്ന് പറഞ്ഞാൽ പാറയാണ് ഏറ്റവും കൂടുതൽ. പച്ചപ്പുണ്ടായിരുന്നു. നമുക്ക് നോക്കി പോകണം. പോണ വഴികളാണ് ഇതിലൂടെ കാണിക്കാൻ കേട്ടോ. മൊത്തം നല്ല രസമാണ്. ഈ സമയത്ത് വന്നാലേ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം മരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭയങ്കര ചൂടായിരിക്കും. അത്യാവശ്യം ആൾക്കാരുണ്ട് അവിടെയൊക്കെ ആയിട്ട്. വെള്ളത്തിലൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വെള്ളത്തിലൊക്കെ കുറേ നേരം കിടക്കാം, തണുപ്പൊക്കെ കിട്ടും. ഈ പാറമ്മ കൂടെ അങ്ങനെ നടന്നൊന്നും പോകാൻ പറ്റുന്നില്ല, വെള്ളം നിറച്ചുണ്ടാവാറുണ്ട്. എന്താ ഡ്രസ്സിലെ സ്ഥലം കാണാനായിട്ട്. പ്രകൃതി ഗ്രാമം പേര് പോലെ തന്നെ നല്ല അടിപൊളിയാണ്, സുന്ദരമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പം ഈ നിൽക്കണ ഈ പുഴയുടെ ഏറ്റവും വലിയ പാറയുടെ മേളിലാണ് നിൽക്കണേ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ അത്. മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മേളിൽ പോയിരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. കയറിപ്പോട്ടെ. എന്താ സ്ഥലം മേളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഏർമാടം പോലെ ഉണ്ട്. ഇത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത സംഭവമാണ്, മറ്റേതല്ല നേരത്തെ കണ്ടപ്പോൾ. ഇവിടെ നിന്ന് കഴിക്കാനുള്ള പരിപാടി ഉണ്ടോ?
ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ എൻട്രിയുടെ തലഭാഗമാണ്. നമുക്ക് അവിടെയാണ് കയറിയിരിക്കണേ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടത്. നമ്മളിപ്പോൾ ഇവിടുത്തെ മെയിൻ സംഭവമായ തൂക്കുപാലത്തേക്ക് കയറാണ്. കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് പുഴയുടെ വ്യൂ ഉണ്ട് കണ്ടോ. അപ്പോൾ അതേ ഇവിടെ നിന്ന് ഇങ്ങനെ പുഴയുടെ സൈഡ് വ്യൂ ഉണ്ട് കേട്ടോ. മൊത്തം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പാലത്തുമ്മയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തൂക്കുപാലത്തുമ്മയ്ക്ക് അവൾ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തി. ഇവിടെ നിന്ന് എൻട്രി അറ്റം വരഞ്ഞ് തൂക്കുപാലം കൊണ്ട് രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ടത്. മാസ്ക് ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. സംസാരിക്കുന്നത് മനസ്സിലാവില്ല. അപ്പോൾ ആൾക്കാർ കുറേ പേര് വരുന്നുണ്ട്. ഇതേ തൂക്കുപാലത്തിൻ്റെ താഴത്തേക്കുള്ള വ്യൂ. ആൾക്കാർ കുറച്ച് പേര് വരുന്നുണ്ട്. വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇതേ ഈ കെട്ടൊക്കെ ഉണ്ടാവും. ഈ സൈഡിൽ കൂടെ പോകണ കെട്ടൊന്നും കാണാൻ പറ്റില്ല. അതേപോലെ വെള്ളമായിരിക്കുള്ളൂ. ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട് കേട്ടോ. പതുക്കെ ഇങ്ങനെ ഒന്നാടും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങോട്ട് കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തുമ്പൂർ മൊഴി എന്ന് പറയും. എൻട്രി ഇവിടെ നിന്നല്ല, അപ്പുറ സൈഡാണ്. ചാലക്കുടി എന്ന് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കയറാം. പക്ഷെ അവിടേക്ക് കിടക്കുമ്പോൾ പാസ് വേറെ നമ്മൾ എടുക്കണം. ഈ പാറ ഭൂപടം പോലെ വെള്ളം കുറവായിട്ടേ ശരിക്കും ഇതുപോലെ അല്ല ഏറ്റവും. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ടാണ് ഈ പാറകളൊക്കെ തെളിഞ്ഞ് നിൽക്കണേ. അല്ലെങ്കിൽ ഇതൊന്നും പാറയൊന്നും കാണില്ല. അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കവർ ചെയ്ത് വെള്ളം പോയിരിക്കുള്ളൂ. ഇപ്പോൾ ഏഴാറ്റൂർന്ന് നമ്മളിപ്പോൾ തുമ്പൂർമൊഴി പാർക്കിലേക്ക് കിടക്കാണ്. ആ ഭാഗത്തേക്ക് കിടക്കാണ്. പക്ഷെ അവിടേക്ക് കിടക്കാൻ പറ്റില്ല. നമ്മൾ പാസ് എടുക്കണം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നിന്നുള്ള അവിടേക്കുള്ള വ്യൂ കാണിക്കാണ്. ഇവിടെയും ജസ്റ്റ് അവിടത്തേലും കൂടുതൽ പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ. പിള്ളേരെ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ ഒരു പാസ് എടുക്കേണ്ടി വരും. പിന്നെ ഒരു വീട്ടിലെ തുമ്പൂർമൊഴി മാത്രമായിട്ട് കാണിക്കാം. അതിരപ്പള്ളി, ഏറ്റവും വാഴച്ചാൽ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അതാണ് തുമ്പൂർമൊഴിയിലേക്കുള്ള ഏരിയ. തുമ്പൂർമൊഴി എൻട്രൻസ്. തുമ്പൂർമൊഴി ഇട്ടാൽ ഇനി ഇവിടെ നിന്ന് ഈ തൂക്കുപാലം കിടന്ന അപ്പുറം കിടന്ന ഏഴാറ്റുമുഖമായി. അപ്പോൾ ഇപ്പോൾ ഏഴാറ്റുമുഖം ഹാൻഡിൽ ചെയ്യണ സിൽവർ സ്റ്റോമുകാരാണെന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വരണവർക്ക് സിൽവർ സ്റ്റോമിലേക്കും സ്നോ സ്റ്റോമിലേക്കും രണ്ടും ചാലക്കുടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് പ്രത്യേക ഓഫറുകളുണ്ട് ഇവിടെ നിന്ന് വരണ കസ്റ്റമേഴ്സിന്. പിന്നെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഫിഷ് മസാജിങ് വരുന്നുണ്ട്. ഒരാൾക്ക് 10 മിനിറ്റോ 20 മിനിറ്റോ എന്തോ ആണ്. 80 രൂപയാണ് അതിന് ചാർജ് ചെയ്യണം അവിടെ. പിന്നെ ഇതാണ് ഏഴാറ്റുമുഖത്തെ ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏഴാറ്റുമുഖം പ്രകൃതിഗ്രാമം എന്ന് അടിച്ചാൽ കിട്ടും. കറൂട്ടിയിൽ നിന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും? കറൂട്ടിന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവും. ഒരുപാട് പേര്, അധികം ആൾക്കാരും ചിലവരൊക്കെ ഇതിക്കൂടെ പറഞ്ഞവരുണ്ട്. ചിലവർ അതിരപ്പള്ളി വഴി ചാലക്കുടി തൊട്ട് അതിക്കൂടെ ഇറങ്ങി വരുന്നവരുണ്ട്. നല്ല ഏരിയ ആണ്. ഇവിടെ കാണാനായിട്ട് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി. നല്ല കൂളിംഗ് ആണ്. വന്ന വഴിയൊക്കെ ഏഴാറ്റവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല കൂളിംഗ് ആണ്. തണുപ്പൊക്കെ ഉള്ള ഏരിയ. പ്ലാന്റേഷൻ വഴി വെണ്ണപ്പനകളും അങ്ങനെ ഇതൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു കൂളിംഗ് എടുത്ത്. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ഇടയ്ക്ക് വരാറുണ്ടല്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടായില്ല കാലത്ത്. ഇത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി പോസിറ്റീവ് വൈബൊക്കെ ആയി. അപ്പം ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ പെട്ടെന്നൊന്ന് ചെയ്തതാണ് ഈ വീഡിയോ. ഇതുവരെ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ഒരു കുക്കിംഗ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കണത്. അപ്പോൾ കുക്കിംഗ് മാത്രമേ ചെയ്തിട്ടില്ല അല്ലേ. കുക്കിംഗ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കണത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഒരു കുക്കിംഗ് ആയിരിക്കണം. ട്രാവലിംഗ് ഇനി വേറെ സ്ഥലങ്ങളൊക്കെ പോയി അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെ പോകണം. ഇപ്പം ഇനി അകലേക്ക് പോകണം. അതിരപ്പള്ളിയൊക്കെ ഒരുപാട് പേര് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ അടുത്ത് തന്നെ പിള്ളേർ യൂട്യൂബേഴ്സൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും വണക്കം.